തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള സംഘം വിമാനത്താവളത്തിലെത്തി. 25 പേരടങ്ങുന്ന ബ്രിട്ടീഷ് സംഘമാണ് അറ്റകുറ്റപ്പണികൾക്കായി എത്തിയത്. കഴിഞ്ഞ 20 ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ് F-35B എന്ന 5ാം തലമുറ യുദ്ധവിമാനം. ജിബിൻ JB വിവരങ്ങളുമായിട്ട്. ജിബിൻ, 12:45 പ്രത്യേക സംഘം എത്തിയത്. മറ്റ് ക്ലിയറൻസുകളെല്ലാം കഴിഞ്ഞ് അവരുടെ ജോലിയിലേക്ക് പ്രവേശിച്ചോ? ദിവിഷ്, 12:46 കൂടിയാണ് 25 പേര് അടങ്ങുന്ന വിദഗ്ധ സംഘം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. അല്പസമയം മുൻപാണ് ഈ വിമാനം ഇപ്പോൾ നിലവിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്ക് 25 അംഗ സംഘം എത്തുകയും അവിടെ ഈ വിമാനത്തിൽ പ്രാഥമികഘട്ട പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇപ്പോൾ ഈ വിമാനം ഇവിടെ നിന്ന് ഹാങ്ങറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിമാനം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സാങ്കേതിക വിദഗ്ധർ വിമാനത്തിൻ്റെ ചുറ്റും നടക്കും. കാരണം ഈ വിമാനം മുഴുവൻ സെൻസറുകളാണ്. അതുകൊണ്ട് ഇതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാതെ ഇവർക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പോലും സാധ്യമല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിമാനം കെട്ടിവലിച്ചുകൊണ്ട് ഈ സുരക്ഷാ മേഖലയിൽ നിന്ന് ഹാങ്ങറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരിപ്പോൾ ഈ വിമാനം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു പൈപ്പ് ഉപയോഗിച്ച്, ഒരു റോഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ വിമാനത്തിൽ ഈ ബ്രിട്ടീഷ് നേവിയുടെ ഈ വിമാനത്തിൽ ഘടിപ്പിച്ച ശേഷം ഇത് ഇവിടെ നിന്ന് കെട്ടിവലിച്ചായിരിക്കും ഹാങ്ങറിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷമായിരിക്കും ഈ എന്താണ് ഇതിൻ്റെ ഈ സാങ്കേതിക തകരാറുണ്ട് എന്ന് മാത്രമാണ് നിലവിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ ആ തകരാർ എന്താണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും ഹാങ്ങറിലേക്ക് കൊണ്ടുപോയതിനു ശേഷം എന്താണ് ഇതിൻ്റെ തകരാർ എന്നുള്ള കാര്യം കൃത്യമായി കണ്ടുപിടിക്കാമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു സംഘം ഇപ്പോൾ നിലവിലുള്ളത്. അതീവ സുരക്ഷാ മേഖലയാണ്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഇതിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കും. കാരണം ബ്രിട്ടൻ ഇന്ത്യയോട് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരൊറ്റ കാര്യം മാത്രമാണ്. കാരണം ഈ 950 കോടിയുടെ വിമാനമെന്ന് പറയുന്നത് ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും ചോർന്നു പോകാൻ പാടില്ല എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം അവർ ഇന്ത്യക്കും കൂടി കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇവിടെ എത്തിയതിനു ശേഷം ഈ ബ്രിട്ടൻ ഇന്ത്യക്ക് നന്ദി അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദിവസം തങ്ങളോട് സഹകരിച്ചു നിന്നതിനും ഈ വിമാനത്താവളത്തിൽ ഇതിനെ സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ അനുവദിച്ചതിനും അതുപോലെ ഇപ്പോൾ അവരുടെ ഈ സൈനിക വിമാനത്തിൽ തന്നെ നേരിട്ട് ഇവിടേക്ക് എത്താനുള്ള അനുമതി നൽകിയതിനൊക്കെ ബ്രിട്ടൻ ഇന്ത്യയോട് നന്ദിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിമാനം ഈ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് കെട്ടിവലിച്ചുകൊണ്ട് ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി. ആദ്യം ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോഴും സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി അതിൻ്റെ പൈലറ്റ് അടക്കം സമ്മതിക്കാതിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. 20 ദിവസം പിന്നിട്ടു അവസാനം. പക്ഷേ ഇപ്പോൾ ഇനി ഹാങ്ങറിലേക്ക് മാറ്റാതെ മറ്റ് അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കില്ല എന്ന നില വന്നു. 25 പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഇപ്പോൾ ഈ F-35 വിമാനം, അത് അമേരിക്കൻ നിർമ്മിത ലോക്ഹീഡ് മാർട്ടിൻ എന്ന കമ്പനി നിർമ്മിച്ച വിമാനമാണ്. ആ വിമാനത്തിൻ്റെ കമ്പനി സാങ്കേതിക വിദഗ്ധർ കൂടി ബ്രിട്ടീഷ് സംഘത്തിനൊപ്പമുണ്ട്. ഈ വിമാനം ഇപ്പോൾ ഹാങ്ങറിലേക്ക് നീക്കാനുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 20 ദിവസമായിട്ട് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ കിടക്കുകയാണ്. ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന ഈ F-35 പോർ വിമാനത്തിന് പെട്ടെന്ന് ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന്, കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് അതിന് ഈ വിമാനവാഹിനി കപ്പലിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. തുടർന്ന് മറ്റൊരു സുരക്ഷിത സ്ഥലം തേടി ഇന്ത്യയുടെ അനുമതിയോടുകൂടി ഇവിടെ ഇറങ്ങുകയായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഇതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറുകൾ വന്നു. മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി വന്നതോടുകൂടി പിന്നീട് ഇതിൻ്റെ എൻജിൻ പ്രവർത്തിക്കാത്ത സാഹചര്യം വന്നു. അങ്ങനെ ഇവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. ആദ്യം പൈലറ്റ് പുറത്തേക്ക് എങ്ങോട്ടും മാറി നിൽക്കാതെ അതിനടുത്ത് തന്നെ ഒരു കസേര ഇട്ടിരുന്നതൊക്കെ വളരെ ചർച്ചയായതാണ്. പിന്നീട് CISF ഇതിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തു. മറ്റാരെയും ആ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണത്തിൻ്റെ കൂടി ഭാഗമായി അവർക്ക് ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഇന്ത്യ അതിനുവേണ്ട സാഹചര്യം ഒരുക്കി നൽകുകയായിരുന്നു. ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ അറിയിച്ചതാണ്. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ഇനി ഹാങ്ങറിലേക്ക് മാറ്റിക്കൊണ്ട് തന്നെ നേരത്തെയും കുറച്ച് പേരടങ്ങുന്ന സംഘമൊക്കെ എത്തി അറ്റകുറ്റപ്പണി നടത്തിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ അതൊന്നും വിജയം കണ്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ സംഘം, 25 പേരടങ്ങുന്ന വൻ സംഘം ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ലോക്ഹീഡ് മാർട്ടിൻ്റെ സാങ്കേതിക വിദഗ്ധരും ഈ സംഘത്തിലുണ്ട്. മസ്കറ്റിൽ നിന്നാണ് ഇവരുമായിട്ടുള്ള സംഘം ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ജോലിയിലേക്ക് കിടക്കും. അതിന് മുന്നോടിയായി ഈ F-35B യുദ്ധവിമാനത്തെ ഹാങ്ങറിലേക്ക് കെട്ടിവലിച്ചു നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5ാം തലമുറ യുദ്ധവിമാനമാണ്. ഇന്ത്യക്ക് നിലവിൽ 5ാം തലമുറ യുദ്ധവിമാനമില്ല. നമ്മുടെ തേജസ് ആണ് അടുത്ത 5ാം തലമുറ യുദ്ധവിമാനത്തിലേക്കുള്ള
പരീക്ഷണങ്ങളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരുപക്ഷെ ഇന്ത്യ ഭാവിയിൽ വാങ്ങാൻ സാധ്യതയുള്ള F-35 അമേരിക്കൻ നിർമ്മിത വിമാനം അല്ലെങ്കിൽ റഷ്യയുടെ Su-57 വിമാനം, ഈ രണ്ട് വിമാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇന്ത്യ ഒരുപക്ഷെ വാങ്ങിയേക്കാമെന്ന ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് F-35 സാങ്കേതിക തകരാർ മൂലം കേരളത്തിൽ വന്ന് 20 ദിവസമായി ഇവിടെ പെട്ടുപോയി എന്നതുകൂടി കാണുക.